നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട വലിയൊരു ബോധ്യമാണ് എളിമപ്പെട്ട് നിൽക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തേക്ക് ചിന്തിച്ചിട്ടില്ലേ? നമുക്ക് അറിയാവുന്ന ഒരു വചനഭാഗമാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക. നമ്മുടെ പത്രോസ് ശ്ലീഹൻ തന്റെ എഴുത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എളിമയോട് നിന്നോ, കർത്താവ് തക്ക സമയത്ത് നമ്മൾ ഉയർത്തിക്കൊള്ളും. പൗലോസ് ശ്ലീഹ നമ്മളെ അത് കാണിച്ചു തരികയാണ്. ഈശോയുടെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് ഈശോയെ നന്നായിട്ട് മനസ്സിലാക്കിയ പൗലോസ് ശ്ലീഹ പറയാണ്, ഞാൻ നിസ്സാരനാണ്, ഈശോയെ കാണാനോ അനുഗ്രഹം കിട്ടാനോ ഒരു യോഗ്യതയില്ല. ഇത് ഞാനും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നാളിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നോക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത നന്മയുടെ ഫലമായിട്ടാണ് ഇതെല്ലാം കിട്ടിയത്. ഒരു യോഗ്യതയില്ലാതെ ഒരുപാട് അനുഗ്രഹം നമ്മൾ ഈശോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പൗലോസ് അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുക, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നമുക്കെല്ലാം പറ്റിപ്പോകുന്ന ഒരു അപകടമാണ്. ചിലപ്പോൾ നമ്മുടെ പഠിത്തം ഓർത്തിട്ടായിരിക്കാം, നമ്മുടെ കഴിവുകൾ ഓർത്തിട്ടായിരിക്കാം, നമുക്ക് കിട്ടുന്ന ഒരു സാലറി ഓർത്തിട്ടായിരിക്കാം, നമുക്ക് മനുഷ്യരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന നല്ല വാക്കുകളൊക്കെ ഓർത്തിട്ടായിരിക്കാം. അറിയാതെ അപ്രീസിയേഷൻ, അഭിനന്ദനങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോഴത്തേനും അറിയാതെ അഹങ്കാരം മുളപൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഉണ്ടല്ലോ, അറിയാണ്ട് വന്നു പോയി കാണും. നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയാലേ കുറേം കൂടെ